പ്രിയമുള്ളവരെ, ഇന്നും ഞാൻ ചെയ്യുന്ന വീഡിയോ ഒരു പുതിയ പ്ലാനിനെ പരിചയപ്പെടുത്തുകയാണ്. അതായത് വീടിൻ്റെ മുൻഭാഗത്ത് തന്നെ ഞാനൊരു ബാരൽ വെച്ചിരിക്കുന്ന അർസാബോയ് എന്ന് പറഞ്ഞ പ്ലാന്റാണ്. ഇത് കഴിഞ്ഞ വർഷത്തിന് മുമ്പുള്ള വർഷം ഇതിനകത്ത് നല്ല ഫലം പിടിച്ചിരുന്നു. അന്ന് ഞാൻ ഈ ബ്ലോഗൊന്നും ചെയ്യാറില്ലായിരുന്നു. പക്ഷേ ഈ പ്ലാന്റ് ഞാൻ വരുത്തിയത് മലപ്പുറം ജില്ലയിൽ നിന്നും ഇതിലെ കൂടെ ഹൈവേ കൂടെ അവരിങ്ങനെ വാൻ സെയിൽ പോയപ്പോൾ നഴ്സറിയിൽ നിന്ന് ഞാൻ ഓർഡർ ചെയ്ത് വരുത്തിയാണ് ഈ പ്ലാന്റ്. ഇതിൻ്റെ പേര് അർസാബോയ് എന്നാണ്. ഈ വർഷം അത് നിറച്ച് പൂവിട്ടു. പക്ഷേ കായ വളരെ പിടിക്കുവാനായിട്ട് ഒത്തിരി താമസം നേരിട്ടു. പക്ഷേ ഇപ്പം നിറച്ച് കായാണ്. ഇതിൻ്റെ പേര് അർസാബോയ് എന്നാണ്. അർസാബോയ്. ആ കായ്ക്കൊരു പ്രത്യേക ഷേപ്പാണ്. ഇത് വലുതാവാനുണ്ട്. വേനൽക്കാലം ആയതുകൊണ്ട് രാവിലെയും വൈകിട്ടും ഞാനിത് വെള്ളം ഒഴിക്കും. പക്ഷെ വേനൽക്കാലം ആയതുകൊണ്ട് ഇതിന് നല്ല ദൃഢത വരുന്നില്ല. കായ്ക്കൊക്കെ നിറച്ചുണ്ട് താണ്ടേതാ ഇത് നോക്കിയിട്ടതാ പൂക്കൾ കാണാൻ ഭംഗിയാ. നല്ല പൂക്കളുമാണ്. താണ്ടെ അർസാബോയ് ഇവിടെ എല്ലാം ഉണ്ട്. അർസാബോയ് കായ് നിറച്ചുണ്ട്. കായ് ഇതാ. ഒരു മാസം കഴിയുമ്പം ഇത് പാകത്തിലാകും. ഇത് പാകത്തിലായി കഴിയുമ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് നല്ല യെല്ലോ കളറാവും. നല്ല കളറാവും. പഴുത്ത് കഴിഞ്ഞാൽ നല്ല കളറാവും. മാത്രമല്ല ഇതിനൊരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര മണമാണ്. നല്ല സ്മെല്ലാണ്. ഏതാണ്ട് ഒരു മത്തങ്ങയുടെ വേറൊരു ഷേപ്പാണ്. മത്തങ്ങയുടെ വലിപ്പമില്ല, അതിനെക്കാട്ടി ചെറുതാണ്. ഷേപ്പ് അതാണ്. പക്ഷേ ഇതുപോലെ ചെറിയ ചെറിയ ഇതിനകത്ത് ചെറിയ ഗുരുവാണ് ഇതിനകത്ത്. അതെ, ഇതിന് വിളവെടുപ്പിന് ഞാൻ നിങ്ങളുടെ ഫലം ഇത് നല്ലതുപോലെ വിളഞ്ഞ് പഴുക്കുമ്പോൾ ഞാൻ നിങ്ങളെ അത് വീണ്ടും കാണിക്കുന്നതാണ്. ഇത് നിറച്ച് മുട്ടുണ്ട്. അതെ, ഇത് റോഡിൻ്റെ സൈഡിലാണ് ഞാൻ വെച്ചിരിക്കുന്നത്. ഇതിനകത്തെല്ലാം നിറയെ കായുണ്ട്. ചെറിയ കായ്ക്കൾ ഒരുപാടുണ്ട്. നമുക്ക് ഷേക്കൊക്കെ അടിക്കാൻ നല്ല മണമാണ്. ഷേക്ക് അടിച്ചാലും നല്ല മണമാണ്. ഞാൻ കഴിഞ്ഞ അങ്ങേ വർഷം ഇത് നല്ല ഷേക്ക് അടിച്ച് കുടിച്ചിരുന്നു. നല്ല പ്രയോജനമുള്ള, നല്ല ശരീരത്തിന് നല്ല ഇമ്മ്യൂണിറ്റി തരുന്ന ഫലമാണെന്നാണ് ഞാൻ അറിഞ്ഞത്. ഇപ്രാവശ്യം നിറച്ചിതിലുണ്ട്. അതിന് പാകമാകാനായിട്ടുണ്ട്. ഒരു 1.5 മാസം കഴിയുമ്പോൾ ഇത് ഇതുപോലെ നല്ല മഞ്ഞ നിറമാവും. നല്ല മഞ്ഞ കളറാവും. നല്ല സ്മെല്ലും നല്ല ടേസ്റ്റ്. ആദ്യം നമുക്ക് ഇച്ചിരി പുളിപ്പ് പോലെ തോന്നും. പക്ഷെ അത് നമ്മൾ ഷേക്കൊക്കെ അടിക്കുകയാണെങ്കിൽ അതുപോലെ തന്നെ ചേരുവയൊക്കെ ചേർത്ത് ഷേക്ക് അടിച്ച് കുടിക്കാൻ നല്ല ഇതാണ്. നല്ല ഫ്ലേവറാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അതുകൊണ്ട് ഈ പ്ലാന്റ് താണ്ടെ ഇവിടെ എല്ലാം മുട്ടുകളാണ്. ഇവിടെ എല്ലാം ഉണ്ട്. താണ്ടെ വെച്ച് മുട്ടുകൾ. ചെറുതായിട്ടൊരു ജലദോഷം പിടിച്ചിട്ടുണ്ട്. 2 ദിവസമായിട്ട് ജലദോഷമുണ്ട്. ഇപ്പൊ അടുത്തത് കാണിക്കുന്നത് ചെറിയ പ്ലാന്റുകളാണ്. ഇത് അഡേനിയം പ്ലാന്റ്, ഡാർക്ക് റെഡ്. ഞാൻ ആഗ്രഹിച്ച് മേടിച്ചതായ കളർ തന്നെ കിട്ടി. അതായത് ഇതിൻ്റെ ഒരു ചെറിയ മൊട്ട് കണ്ടാണ് ഞാനത് വാങ്ങിച്ചത്. അഡേനിയം നല്ല ഡാർക്ക് ഡീപ്പ് റെഡാണ്. അത് നിൽക്കുന്ന കാണാനായിട്ട് ഒരു കൊലയിൽ തന്നെ 2 ഫ്ലവർ, ഒരു കൊലയിൽ 2 ഒരെണ്ണം ഇത് ഫ്ലവർ. ഇത് കാണാൻ നല്ല ഭംഗിയാണ്. അതുകൊണ്ട് താഴെയും 2 ഫ്ലവർ ഉണ്ട്. ചെറിയ പ്ലാന്റാണ്. നല്ല ഭംഗിയായി ഇത് നിൽക്കുന്നതാണ്. രാവിലെ പ്രഭാതത്തിൽ നമ്മൾ എഴുന്നേറ്റ് കാണുമ്പോൾ തന്നെ അതൊരു സന്തോഷമാണ്. ഒരു പോസിറ്റീവ് എനർജിയാണ്. നമുക്ക് നല്ല പൂക്കളൊക്കെ കാണുമ്പോൾ എനിക്ക് നല്ല പോസിറ്റീവ് എനർജിയാണ്. നല്ല സന്തോഷമാണ്. ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുന്ന പൂക്കളെ കാണുമ്പോൾ, അത് നല്ല സൗന്ദര്യമുള്ള പൂക്കളെ കാണുമ്പോൾ എന്തൊരു ഭംഗിയാണ്. നമുക്ക് തന്നെ മനസ്സിൻ്റെ സന്തോഷത്തിന് നമ്മളൊരു പ്ലാന്റ് വില കൊടുത്ത് വാങ്ങി വെച്ചാൽ അത് ഇങ്ങനെ പൂ വിരിഞ്ഞ് നിൽക്കുമ്പോൾ നമ്മളെ കാണുന്ന പുഞ്ചിരിക്കുമ്പോൾ നമുക്കും ഒരു സന്തോഷമാണ്, ഒരു പോസിറ്റീവ് എനർജി കിട്ടാറുണ്ട്. അതുപോലെ തന്നെ ഈ പ്ലാന്റ് നല്ല മനോഹരമാണ്. അതുപോലെ തന്നെ താണ്ടെ ചെറിയ ചട്ടിയിലാണ് വെച്ചിരിക്കുന്നത്. താണ്ടെ ഈ പൂക്കളുണ്ട്. എനിക്കിതിൻ്റെ യഥാർത്ഥത്തിൽ പേരറിഞ്ഞൂടാ. പേരുകളൊക്കെ ഇനി പഠിക്കണം. നല്ല പ്ലാന്റുകളാണ്. ഒരേ സമയത്ത് തന്നെ എത്ര പ്ലാന്റ് ആണെന്ന് നോക്കും. നല്ല പ്ലാന്റാണ്. ഹെൽത്തി പ്ലാന്റാണ്.
ഇതിനെ നമ്മൾ എങ്ങനെ ഈ നല്ലതുപോലെ നോക്കുന്നു അത് നമുക്ക് ഫലം തരും. നമ്മൾ എന്തിനെ സ്നേഹിക്കുന്നു, എന്തിനെ കരുതുന്നു, അതിന് കൊടുക്കുന്നുവോ അത് നമുക്ക് തിരിച്ച് റിട്ടേൺ തരും. ഇത് കാണുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമാണ്. നല്ല കളറാണ്. ഇതുപോലുള്ള ചെടികളുടെ ഒരുപാട് കളക്ഷൻ ഉണ്ട്. അത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളുടെ വീഡിയോയിലേക്ക് വരുന്നതാണ്. ഇവിടെ ബൊഗൈൻവില്ല, ബൊഗൈൻവില്ല തന്നെ ഈ പൂമുഖത്ത് തന്നെയാണ് മതിലേ വെച്ചേക്കാണ്. ബൊഗൈൻവില്ല വൈറ്റ്, ദെൻ മിക്സഡ് കളറും ഉണ്ട്, വൈറ്റ് ഈ കളറ്. ഇത് ഒരു 5 വർഷമായിട്ട് ഇങ്ങനെ തന്നെ തിക്കായിട്ട് ഇങ്ങനെ പൂത്ത് വരും. അത് ഈ സമയത്താണ് അതിൻ്റെ ഈ പൂക്കൾ കൂടുതലുണ്ടാകുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യുന്നു. നിങ്ങളും ഇത് കാണണം, പ്രോത്സാഹിപ്പിക്കണം, സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ ഷെയർ ചെയ്യണം. അതുപോലെ നിങ്ങളും പറ്റുമെങ്കിൽ ഇങ്ങനെ ചെറിയ ചെറിയ പൂക്കളൊക്കെ ഉള്ള ചെടികളെ കൊണ്ടുവയ്ക്കണം. അത് നമുക്കൊരു മനസ്സിന് സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. ടെൻഷനൊക്കെ മാറുവാനും സന്തോഷം തരുവാനായിട്ട് നമുക്കിത് പര്യാപ്തമാവും. അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക് യു.